Hello friends, welcome back to the Kapi Corner. ഷംസു സാഹിബയുടെ സംവിധാനത്തിൽ സൈജു കുറുപ്പ് പ്രധാന കഥാപാത്രമായിട്ട് വന്ന അഭിലാഷം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇത് ഒരു മാസത്തോളമായി സിനിമ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് സിനിമ കണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം എന്തായാലും സിനിമ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ സിനിമ വന്നപ്പം അത്യാവശ്യം വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്നത്. കുറച്ച് പൈങ്കിളിയാണ്. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി കുറച്ച് പൈങ്കിളി ആയിരിക്കും സിനിമ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിച്ചില്ല. അത് തിയേറ്ററിക്കൽ റിലീസിന് ശേഷം അതിന് വന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള റിവ്യൂസാണ് സിനിമയ്ക്ക് വന്നത്. പക്ഷേ ഇവിടെ റിലീസ് ഇല്ലാത്തതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒ ടി ടി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഒ ടി ടിയിൽ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിട്ട് മാറി ഈ ഒരു അഭിലാഷം എന്ന് പറയുന്നത്. കാരണം ഇതിന് മുന്നേ എനിക്ക് സൈജു കുറുപ്പിൻ്റെ തലവര എങ്ങനെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ അത്യാവശ്യം വലിയ ക്ലിക്ക് ആവാറില്ല, വലിയ ഹിറ്റ് ആവാറില്ല. അതിന് പകരം അത് ഒ ടി ടിയിൽ വരുമ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും നേടി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ആ സിനിമകൾ. അത്തരത്തിൽ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. അതിനുശേഷം ആ ലിസ്റ്റിലേക്കുള്ളൊരു അഡീഷൻ കൂടിയാണ് അഭിലാഷം എന്ന് പറയുന്നത്. കാരണം ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പുകളിലും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടു. എനിക്കും പേഴ്സണലി അതേ അഭിപ്രായം തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇതിൻ്റെ പൈങ്കിളി ആംഗിൾ കണ്ടു എന്നാൽ അതുകൊണ്ടാണോ എന്നുള്ളതല്ല, പകരം ഈ ഒരു സിനിമയുടെ കഥ എനിക്ക് വളരെ കണക്ട് ചെയ്യപ്പെടുകയും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഫിലിം ശരിക്കും വർക്കൗട്ടായത്. കാരണം കുട്ടിക്കാലത്ത് പ്രണയം പറയാൻ കഴിയാതെ ഒരു നഷ്ടബോധം സംഭവിക്കുകയും അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാതെ വരികയും അതിനുശേഷം ഉണ്ടാകുന്ന പല സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ റൈറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ക്ലൈമാക്സാണ്. കാരണം അത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് വിപരീതമായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു റിയാലിറ്റിയോട് അടുപ്പിച്ച് റിയാലിറ്റിയിൽ എങ്ങനായിരിക്കും ആ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ സൈജു കുറുപ്പ് അത്യാവശ്യം നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ രീതിയിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റോൾസ് എല്ലാം സൈജു കുറുപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. സൈജു കുറുപ്പിനെ കൂടാതെ അർജുൻ അശോകൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. തൻവി റാമാണ് നായികയായിട്ട് വരുന്നത്. അർജുൻ അശോകൻ ആസ് യൂഷ്വൽ ഒരു എക്സ്റ്റൻഡഡ് റോള് തന്നെയാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തൻവി റാം വളരെ തന്മയത്വത്തോടു കൂടി വളരെ മനോഹരമായിട്ട് ഈ ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ക്ലൈമാക്സിലുണ്ടാകുന്ന സംഭവം നോക്കുകയാണെങ്കിൽ അതാണ് പുള്ളിക്കാരിയുടെ ശരി. ആ ഒരു ശരിയെ വെച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നത്. അത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. പകരം നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങൾക്കത് ഒരുപാട് കണക്റ്റ് ആകും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥയാണ്. അതിൽ തൻവി വളരെ മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ പ്രധാനമായിട്ട് വരുന്നത് നവാസ് വള്ളിക്കുന്ന്, അതായത് സൈജു കുറുപ്പിൻ്റെ കൂട്ടുകാരനായിട്ട് ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലാണ് നവാസ് വള്ളിക്കുന്ന് വരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും സൂത്രധാരനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും ഒരു കൂട്ടുകാരനായിരിക്കണമല്ലോ. അത്തരത്തിലൊരു കൂട്ടുകാരൻ ക്യാരക്ടർ തന്നെയാണ് നവാസ് ഒരു ഫിലിമിൽ ചെയ്യുന്നത്. അത്യാവശ്യം വളരെ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടർ. എനിക്കൊന്ന് ഇദ്ദേഹത്തിന് ഇത്രയും എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ഒരു സിനിമയിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ചാൻസ് അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ ബിനു പപ്പു ആസ് യൂഷ്വൽ വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് ആക്ടേഴ്സ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി ഒരുപാട് വർക്കൗട്ടായ ഒരു സിനിമയാണ്. പല റിവ്യൂസും കേട്ടിട്ട് കാണാതിരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നഷ്ടം തോന്നുന്ന ഒരു ഫിലിമായേനെ. ഒരുപാട് പേർക്ക്, അതായത് ഫാമിലിയായിട്ട് വീട്ടിലിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, അതായത് 2 മണിക്കൂറൊക്കെ ഉള്ളൂ, 2 മണിക്കൂറിന് അടുപ്പിച്ചങ്ങാണ്ടേ ഉള്ളൂ സിനിമ. ഒട്ടും ബോറടിക്കാതെ വളരെ മനോഹരമായിട്ട് പ്രണയം ഉള്ളിൽ സൂക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ അഭിലാഷം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, ഇനി എൻ്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അടിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആൾക്കാർ വീഡിയോ കാണുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.